കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയിൽ കാണാതായ 3 സ്ത്രീകൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനമേഖലയാണ്. അവിടെ വെളിച്ചക്കുറവുണ്ട്, അതുപോലെ തന്നെ കാട്ടാനകളുടെ ശല്യമുണ്ട്, മറ്റു മൃഗങ്ങളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെരച്ചിലിന് ചില പരിമിതികൾ കൂടിയുണ്ട്. അതെ, എബിൻ ജോസ് തൊടുപുഴയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എബിൻ, എന്താണ് നിലവിലെ നമുക്ക് തരുന്ന അപ്ഡേറ്റുകൾ, ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? ആരൊക്കെയാണ് ഇപ്പോൾ ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ, ഈ വനത്തിനകത്തേക്ക് ഇവർ പോയ ഇടം, അല്ലെങ്കിൽ അത് എവിടെയാണുള്ളത്, എങ്ങനെയാണ് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അധികൃതർ? പ്രജിൻ, തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത്. ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ 3 പേർ, മായ, ധാർലി, അതുപോലെ തന്നെ പാർക്കുട്ടി എന്ന 3 പേർ ഈ കാടിനുള്ളിലേക്ക് കഴിഞ്ഞ ദിവസം കാണാതായ പശുവിനെ തേടി പോകുന്നത്. പിന്നീട് 4 മണി വരെ ഇവരെ ഫോണിൽ ലഭ്യമായിരുന്നു. അവർ ആ വീട്ടിലുള്ള ആളുകളുമായി ഫോണിൽ ബന്ധപ്പെട്ടതാണ്. പിന്നീടാണ് ഇവരെ ഫോണിൽ ലഭ്യമായില്ല. അതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ അഗ്നിരക്ഷാസേന, പോലീസ്, അതോടെ നാട്ടുകാർ ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചത്. പക്ഷേ ഇന്നലെ 4 സംഘങ്ങളായിരുന്നു തെരച്ചിൽ നടത്തിയത്. പക്ഷേ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ 2 സംഘങ്ങൾ തിരിച്ചു വരികയും ഇപ്പോൾ 15 പേരും 8 പേരും അടങ്ങുന്ന 2 സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. പുലർച്ചെ വെട്ടം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൂടുതൽ ആളുകളെ എത്തിച്ച് തെരച്ചിൽ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ വെളിച്ചം വീഴുമ്പോൾ സ്വാഭാവികമായിരിക്കും ഇതിൽ ഒരാൾക്ക് കാടിനുള്ളിലെ വഴികളൊക്കെ അറിയാവുന്നതാണ്. തിരിച്ച് അവർക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇവിടുത്തെ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മെമ്പറായ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എത്ര സംഘങ്ങൾ തെരച്ചിൽ നടത്തുന്നുണ്ട് അവിടെ? നിലവിൽ 2 സംഘങ്ങൾ ഫോറസ്റ്റിൻ്റെ അകത്തുണ്ട്. പക്ഷേ അവരിപ്പോൾ നിലവിൽ സെർച്ച് ചെയ്യുന്നില്ല. അവർ വെളുപ്പിന് 3 മണി വരെ സെർച്ച് ചെയ്യുന്നതിന് ശേഷം അവർ സുരക്ഷിതമായ പാറയിൽ അവരിപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. അവർ വെട്ടം വീണാൽ ഏകദേശം ഒരു 6:30 കാടിനുള്ളിൽ വെട്ടം വീഴും. ആ സമയത്ത് അവർ സെർച്ചിനായിട്ട് പുറത്തിറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ഫോൺ വിളിച്ച് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ലാസ്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ സുരക്ഷിതമായ സ്ഥലത്താണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഈ 3 വനിതകളെക്കുറിച്ച് നമ്മൾക്ക് യാതൊരു വിവരവുമില്ല. 4:45 ഫോൺ കട്ടായതിന് ശേഷം, സ്വിച്ച് ഓഫ് ആയതിനു ശേഷം പിന്നെ നമുക്ക് അവരെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ അവർ സേഫായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. കാരണം അവർക്ക് വനമേഖലയായിട്ട് ബന്ധപ്പെട്ട അടുത്ത പരിചയമുണ്ട്. അപ്പോൾ വന്യമൃഗങ്ങളുള്ളതാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ സേഫായിട്ടുള്ള ഏതെങ്കിലും ലൊക്കേഷനിൽ ഇരിക്കുകയായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വെട്ടം വരുന്ന മുറയ്ക്ക് ചിലപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ അവർ സ്വമേധയാ വഴി മനസ്സിലാക്കി വരാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഒരു എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ വെട്ടം വീണ് കഴിഞ്ഞാൽ ഏത് രീതിയിൽ കൂടുതൽ സംഘങ്ങൾ എത്താൻ എങ്ങനെയാണ് അത് തീരുമാനിച്ചിട്ടുള്ളത് തെരച്ചിലിന് വേണ്ടിയിട്ട്? നമ്മളിപ്പോൾ ഇതിനകത്ത് വെച്ചാൽ ഇപ്പോൾ ഏത് ടീം പോയാലും അട്ടിക്കളത്ത് നിന്ന് നമുക്ക് ഈ പോകുന്ന വഴി കൂടിയാണ് നമുക്ക് ഫോറസ്റ്റിലേക്ക് പോകാൻ സാധിക്കുക. അല്ലെങ്കിൽ പന്തപ്പറ വഴി ആദിവാസി ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് സെർച്ച് ചെയ്ത് വരാനും സാധിക്കും. അപ്പോൾ വരുന്ന ആളുകളെല്ലാം ഇവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ നിന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് സെർച്ച് ചെയ്ത് പോവുക, അല്ലെങ്കിൽ പന്തപ്പറയിൽ നിന്ന് ഇങ്ങോട്ട് സെർച്ച് ചെയ്ത് വരിക. 2 രീതിയിലാണ് ഇപ്പോൾ സെർച്ചിങ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറയുന്ന അട്ടിക്കളം എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് എങ്ങനെ വന്നാലും ഈ സ്ഥലത്തു കൂടി വരാനും പോകാനും പറ്റുള്ളൂ അങ്ങോട്ട്? ഇത് നമ്മൾക്ക് നിലവിൽ ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് ജനങ്ങൾ കാട്ടിലേക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ തിരിച്ച് വരണമെങ്കിലും ഫോറസ്റ്റുകാർക്ക് പോകണമെങ്കിലും ഈ വഴി മാത്രമേ പോകാനും വരാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വഴി തന്നെ അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രജിൻ, ആ രീതിയിൽ തന്നെ ഒരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. നമുക്കിപ്പോൾ കാണാം ഈ വഴി തന്നെയാണ് അവർ കയറിപ്പോയിട്ടുള്ളത്. പശുക്കളെ തിരഞ്ഞ് കഴിഞ്ഞ ദിവസം ഏകദേശം ബുധനാഴ്ചയാണ് ഇതിൽ ഒരാളുടെ പശുവിനെ കാണാതായത്. സാധാരണയായി ഇവിടെയുള്ള ആളുകൾ ഈ പശുവിനെ വനപ്രദേശത്തോട് ചേർന്നുള്ള ഈ പ്രദേശത്തെല്ലാം തന്നെ മേയാൻ വിടും. അത് ഇങ്ങനെ അഴിച്ചുവിട്ട് തീറ്റിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ആ രീതിയിൽ ആണ് പശുക്കളെ തീറ്റിക്കുന്നത്. അതിൽ ഒരു പശുവിനെ കാണാതായതോടുകൂടിയാണ് പിന്നീട് ഇവർ 3 പേര് കൂടി, പാറക്കുട്ടി, മായ, ഡാർലി എന്നീ പറയുന്ന 3 പേര് കൂടി വനത്തിനുള്ളിലേക്ക് പോയത്. പക്ഷേ വൈകുന്നേരമായതോടുകൂടി ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പുറത്തേക്ക് വരാനുള്ള വഴി തെറ്റുകയുണ്ടായി. അതിനുശേഷം അവരുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. ഫോണിൽ വീട്ടുകാരുമായി ബന്ധപ്പെടുന്നുണ്ട്. അവർ ഇങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റി, കൃത്യമായി പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പുറത്തുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കളായ ആളുകൾ, വഴി അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ദിശ മനസ്സിലാവുന്നില്ല എന്നുള്ളവർ പറഞ്ഞിരുന്നു. പിന്നീട് ഇരുട്ട് വീണതോടുകൂടി ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നു. അതോടുകൂടിയാണ് കൂടുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് RRT സംഘമൊക്കെ ഉണ്ട്, അവർ ചേർന്ന് പരിശോധന തുടർന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രതിസന്ധിയായിട്ട് ഇന്നലെ രാത്രി ഉണ്ടായത്, കാടിനുള്ളിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും കനത്ത ഇരുട്ടാണ് ഈ പ്രദേശത്ത്. അതോടൊപ്പം തന്നെ വന്യജീവി ശല്യം, കാട്ടാനയുടെ വലിയ വിഹാര കേന്ദ്രമാണ് ഈ പ്രദേശമെല്ലാം തന്നെ. പകൽ സമയങ്ങളിൽ പോലും ഈ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത്, നാട്ടിൽ കാട്ടാന ഇറങ്ങി കൃഷിയൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ തന്നെ കാട്ടിൽ ആനത്താരകളുള്ള
മേഖലയാണ്. ഈ ആനകളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഉള്ള ഏരിയയിലേക്ക് പോയി സെർച്ച് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൽ 2 സംഘം മടങ്ങുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ 8 പേരും 15 പേരും അടങ്ങുന്ന 2 സംഘങ്ങൾ ആണ് ഉള്ളത്. അവർ ഇപ്പോൾ നിലവിൽ പുലർച്ചെ 3 മണി വരെ അവരുടെ തെരച്ചിലുണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോൾ വിശ്രമിക്കുകയാണ്. ഇനി നന്നായി വെളിച്ചം വീണതിന് ശേഷം മാത്രമായിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക. നമുക്കിപ്പോൾ അറിയാം, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ വെളിച്ചം വീഴും. പക്ഷേ വനത്തിനുള്ളിൽ വെളിച്ചം വീഴാൻ വേണ്ടി നല്ല സമയമെടുക്കുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. വെളിച്ചം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സംഘങ്ങളെ, അതുപോലെ തന്നെ കാടറിയാവുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട്, നാട്ടുകാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടുതൽ സെർച്ച് നടത്തുവാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിലുപരി വെളിച്ചം വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിൽ ഒരാൾക്ക് കാടിനുള്ളിലെ വഴികളൊക്കെ അറിയാം വെളിച്ചം വീഴുമ്പോൾ. അതോടൊപ്പം തന്നെ ഈ ദേവാലയങ്ങളിലെയും അമ്പലങ്ങളിലെയൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ദിശയിൽ ഇവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇവിടുത്തെ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രവിത. ശരി, എബിനാണ് വിശദാംശങ്ങൾ അതെ, എന്തായാലും കുട്ടമ്പുഴയിലെ ആ ഒരു പ്രതിസന്ധി അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. കൃത്യമായിട്ട് എവിടെയാണ് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.